ഇന്ന് നമുക്ക് മോൺസ്റ്റർ എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. പുതുതായിട്ട് വാങ്ങിയിട്ടുള്ളൊരു മോൺസ്റ്ററയുടെ തൈയാണിത്. തൈയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള പോട്ട് എടുക്കുക. അത്യാവശ്യം വലിയ തൈ ആയതുകൊണ്ട് നല്ല വായുവട്ടമുള്ളൊരു ചട്ടിയാണ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിൻ്റെ അടിയിൽ ആദ്യം നമുക്ക് ഇഷ്ടികയുടെ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് വെക്കാം. ഇതിലേക്ക് നമ്മൾ സാധാരണ മണ്ണും ചകിരിച്ചോറ്, എല്ലുപൊടി, ചാണകപ്പൊടി എന്നിവയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടി മിക്സാണ് ഉപയോഗിക്കുന്നത്. നല്ല ഇളക്കമുള്ള പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള പൊട്ടി മിക്സ് ഉപയോഗിക്കുക. ഇത് നമ്മൾ ക്ലൈംബിംഗ് സ്റ്റിക്കിലാണ് കയറ്റി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് വെക്കുമ്പോൾ നമ്മൾ അധികം മണ്ണ് നിറയ്ക്കാതെ പോട്ടിൻ്റെ അടിയിലായിട്ട് തന്നെ ഈ സ്റ്റിക്ക് പ്ലേസ് ചെയ്തിട്ട് ബാക്കി സ്ഥലത്ത് മണ്ണിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞിട്ട് സ്റ്റിക്ക് അതിലേക്ക് ഇറക്കാൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉറപ്പിൽ നിൽക്കും. ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ട്യൂബ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. പഴയ ട്യൂബ് ലൈറ്റും നെറ്റും അതുപോലെ തന്നെ ചകിരിയുടെ കഷ്ണങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധാരണ ഒഴിവാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത്തരം സ്റ്റിക്കുകൾ. പ്ലാന്റ് നമ്മൾ വെച്ചതിന് ശേഷം ബാക്കി സ്ഥലത്തൂടെ മണ്ണിട്ട് കൊടുക്കുക. ഈ പ്ലാന്റിന് നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റിക്കിലേക്ക് ചെറിയ കയറോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. കാരണം അത് വേരൊക്കെ പടർന്ന് വരുന്നവരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റിക്ക് കൂടെ നനയുന്ന രീതിയിൽ നനയ്ക്കുക. അത് നമ്മൾ ഡെയിലി നനയ്ക്കുമ്പോഴും ഇങ്ങനെ സ്റ്റിക്കിലും കൂടെ ഒന്ന് വെള്ളമാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂട്ട് ഫോം ചെയ്യുകയും അതിൽ ക്ലൈംബ് ചെയ്ത് കയറുകയും ചെയ്തോളും. ഒരാഴ്ചക്കകം തന്നെ നമുക്ക് പുതിയ വേരുകളും അതുപോലെ ഷൂട്ടുകളും ഫോം ചെയ്തിട്ടുണ്ട്. മോൺസ്റ്റർ ചെടികൾ എല്ലാവരും വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ മോൺസ്റ്ററ അഡൻസോണിയുടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 4 വർഷത്തോളമായി. ഇതിപ്പോൾ ഈ മരത്തിലൊക്കെ പടർന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് മോൺസ്റ്ററയ്ക്ക് മാത്രമല്ല നമ്മുടെ ഏതൊരു ക്ലൈംബിംഗ് പ്ലാന്റിനും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്.